ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്റ്. ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് ഒരു നിസ്സാര അശ്രദ്ധ മൂലം, അതായത് നിങ്ങളെ അശ്രദ്ധ മൂലമല്ല, വർക്കെടുക്കുന്ന അശ്രദ്ധ മൂലം ഉണ്ടായിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ടായ വലിയൊരു നഷ്ടമാണ്. അപ്പൊ മാത്രമല്ല, വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്. വല്ലാതെ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷയമല്ല. എന്താണ് സംഭവിച്ചതെന്നല്ലോ കാണിച്ചു തരാം. നോക്കുക, ചെയിൻ പൊട്ടിയതാണ്. ക്ലച്ച് ചെയിൻ പൊട്ടി. അപ്പൊ ഇത്രയും ഹെവി ചെയിൻ പൊട്ടണമെങ്കിലൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇത്രയും ഹെവിയാണ് ഈ ചെയിൻ. ഈ ചെയിൻ പൊട്ടണമെങ്കിൽ അതിന് എത്രത്തോളം ലോഡ് വന്നിട്ടുണ്ടെന്ന് ആലോചിക്കുക. ഈ സ്പാക്ക് ക്ലച്ച്, വൺ വേ ക്ലച്ചിന്റെ ബോൾട്ട് ഇത് ഈ അടുത്ത് മാറ്റിയ പുതിയ സ്പാക്ക് ക്ലച്ച് ആണ് കണ്ടിട്ട്. ഈ വൺ വേ ക്ലച്ചിന്റെ ബോൾട്ട് ഉണ്ട്, ഇത് ടൈറ്റ് ചെയ്യുന്ന ബോൾട്ട് ഉണ്ടല്ലോ, ഈ ബോൾട്ട് ഇവിടെ ഉണ്ടാവുക. ഇത് ഒന്നുകിൽ പ്രോപ്പർ ടൈറ്റ് ചെയ്തിട്ടില്ല, അതെങ്കിലും ടൈറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഇത് ഊരി ചാടി, കഴിഞ്ഞ് ചാടിയിട്ട് ശേഷം താഴോട്ട് വന്നു, അവിടെ ലോക്കായി, ചെയിൻ്റെ ഇടയിൽ കുടുങ്ങി, ചെയിൻ പൊട്ടി, വണ്ടി സ്റ്റക്കായി, വണ്ടി സ്കിഡായി വീണു. അതാണ് സംഭവിച്ചത്. അപ്പൊ ഈ ഒരു കാര്യം, ഈ സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി ഏത് ഉപയോഗിക്കുകയാണെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിച്ചിരുന്നത്. പ്രോപ്പറായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളത്, എങ്ങനെ അതിന്റെ പ്രൊസീജിയർ എന്ന് കാണിച്ചു തരാം. ഈ കാര്യം മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ലാഭം മാത്രമല്ല, ലൈഫ് സേവിങ് ടിപ്സും കൂടെയാണ്. അത് ശ്രദ്ധിക്കുക. ഇത് ഞാൻ പുതിയ ക്ലച്ച് ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇതാണ് പുതിയ ക്ലച്ച് ചെയിൻ വരുന്നത്. 390 രൂപീസ് മാത്രമേ വില വരുന്നുള്ളൂ കേട്ടോ ക്ലച്ച് ചെയിന്. പക്ഷെ ഇവിടെ തന്നെ എഞ്ചിന്റെ കേസ് പൊട്ടാത്തത്, സാധാരണഗതിയിൽ അടിച്ച എഞ്ചിൻ കേസ് പൊട്ടും. എഞ്ചിൻ കേസ് പൊട്ടാത്തത് വലിയൊരു കാര്യം. അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത. ആ കേസ് സൈഡ് മൊത്തം അയച്ച് മാറ്റേണ്ടി വരും. അവര് ആവശ്യത്താൽ വന്നിട്ടില്ല, വലിയൊരു ഭാഗ്യമാണ്. പിന്നെ അത് മാത്രമല്ല, അയാൾക്ക് വല്ല പരിക്ക് പറ്റില്ല, അതിനേക്കാൾ വലിയ ഭാഗ്യം. അതിന്റെ അപ്പുറം വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഒരു ബോൾട്ട് കറക്റ്റ് ടോർക്ക് ടൈറ്റ് അല്ല എങ്കിൽ, അതായത് ഇതിന് ഒരു ടോർക്ക് കണക്കുണ്ട്. റോയൽ എൻഫീൽഡ് ഏത് വണ്ടിയാണെങ്കിൽ അതിന് ടോർക്ക് ഉണ്ടാവും, കമ്പനി വെക്കുന്ന ടോർക്ക്. ആ ടോർക്കിൽ ടൈറ്റ് ചെയ്തില്ല എങ്കിലാണ് കൂടുതലായത് അഴിഞ്ഞു വരാനുള്ള സാധ്യത. കാരണം വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാവും, ലൈറ്റ് വൈബ്രേഷൻ ഉണ്ടാവും, അതിനനുസരിച്ച് അൺസ്ക്രൂ ആനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഈ സ്ക്രൂ ഒരിക്കലും അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഓയിൽ കണ്ടന്റ് കൂടുതലായിരിക്കും. ആ സ്ക്രൂവിന്റെ മുകളിൽ ഓയിലാക്കിയിട്ട് നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ അത് ഒന്നുകൂടി ഈസി ആയിട്ട് അഴിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട്. ടെൻഷനർ ഫ്രീ ആയിട്ട് ടെൻഷനറിൻ്റെ ഇത് ഉള്ളിലായതുകൊണ്ട് തന്നെ കുറച്ചൊരു അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ.
അപ്പൊ ഈ കാര്യങ്ങൾ ബാക്കിയുള്ളൂ. ഓക്കെ, ഇത് കൂടുതൽ വണ്ടിയിൽ ക്ലച്ചിനായിട്ട് ലൂസായിട്ട് വരലുണ്ട്. ഇതാണ് അതിന്റെ മുകളിൽ ബോൾട്ട്. ഈ ബോൾട്ട് പോയിട്ടുണ്ട്. ഈ ബോൾട്ട് പോയാലില്ലെങ്കിലും നിങ്ങൾ അയക്കുന്ന സമയത്ത് സാധാരണ അതിൽ കമ്പനി നിങ്ങൾ അയക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആണ് ശ്രദ്ധിക്കണം. ഈ ബോൾട്ട് ഒന്നും ഇത്ര ടൈറ്റ് കൊടുക്കുന്നത് ഈ ടൈറ്റ് വൈബ്രേഷനിൽ ഊരി പോരാതിരിക്കാൻ വേണ്ടി കമ്പനി അത്രയും പേസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് ഇത് വിടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോൾട്ട് ഓയിലിൽ വെറ്റായിട്ട് കൊണ്ട് ഓയിൽ ശരിക്കും ഒന്ന് തിന്നറിലോ അതല്ലെങ്കിൽ പെട്രോളോ വാഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതിനുള്ളിലേക്ക് ഓയിൽ കണ്ടന്റ് മാക്സിമം ഒഴിവാക്കുക. ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ത്രെഡിൻ്റെ ഉള്ളിലും ഉണ്ടാവരുത്. 35 രൂപ മാത്രമേ ഒറിജിനൽ ബോൾട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ക്ലച്ച് അസംബ്ലി പുറത്തുനിന്ന് വാങ്ങിക്കണം, അതിൻ്റെ കൂടെ ഈ ബോൾട്ട് വാങ്ങിക്കുക കേട്ടോ. അതായത് ഇതിൻ്റെ കൂടെ പേസ്റ്റ് വിത്ത് പേസ്റ്റ് ആണ് വരുന്നത്. അതല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നിടത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ ആ പേസ്റ്റിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, അതല്ലെങ്കിൽ ഇത് ഊരിപ്പോരും. ടോർക്ക് എങ്ങനെ ടോർക്ക് ടൈറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. വാഷറുണ്ട്. ഇതൊരിക്കലും റഞ്ച് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാതെ കേട്ടോ. കൈ കൊണ്ട് ഹാൻഡ് ടൈറ്റ് ആണ് മാക്സിമം കയറ്റുക. ഫസ്റ്റ് തന്നെ റഞ്ച് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാതെ ത്രെഡ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടുക്കാൻ വേണ്ടി മാത്രം പിടിക്കുക കേട്ടോ. ഓക്കെ, ഇനിയാണ് ടോർക്ക് റെഞ്ച് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. ടോർക്ക് റെഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വർക്ക്ഷോപ്പിൽ കുറവായിരിക്കും, കാരണം അതൊരു എക്സ്പെൻസീവ് ടൂളാണ്. അപ്പോൾ ടോർക്ക് റെഞ്ച് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിന് ടോർക്ക് പറയണം. ടോർക്ക് റെഞ്ച് ഉപയോഗിക്കുന്നത് കമന്റ് അറിയാം. ഓരോ കാര്യത്തിന് ടോർക്ക് എന്താ ആവശ്യം വെച്ചാൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിന് കൊടുത്തേക്കുന്ന ടോർക്ക് കറക്റ്റ് ടോർക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേസ്റ്റും അവിടെ ഉണ്ടെങ്കിൽ ഇത് ഊരിച്ചാടുന്ന ഒരു കംപ്ലൈന്റ് തീർത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതല്ലാതെ ഇപ്പോൾ എളുപ്പപ്പണിയാണ് എല്ലാവർക്കും. ആ ഒരു റഞ്ച് ഉപയോഗിച്ച് മാക്സിമം പിടിച്ച് ടൈറ്റാക്കി അങ്ങ് വിടും. അല്ലപ്പോൾ ടൈറ്റ് ആയില്ലെന്ന് വരെ നോക്കൂല. കാരണം ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ പിന്നെ ഈ ടൂൾസ് ഒക്കെ അഡ്വാൻസ് ആയതിനു ശേഷമാണ് എന്തെങ്കിലും വർക്ക് കുറച്ചൊരു കംപ്ലൈന്റ് ആണെന്ന് തുടങ്ങിയ. ഹാൻഡ് വർക്ക് എടുക്കുന്ന സമയത്ത് ഇത്രയൊന്നും വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ റഞ്ചൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ മാത്രം ഉപയോഗിക്കാവൂ. അതല്ല എല്ലായിടത്തും കൊണ്ടുപോയി അത് കൊണ്ടുപോയി വെച്ച് ചെയ്യായിട്ട് സ്ക്രൂ ചെയ്യുക അൺസ്ക്രൂ ചെയ്യുക ഒരു കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇതൊക്കെ എന്താ ഇതിന്റെ കമ്പനി പറഞ്ഞ ടോർക്കിൽ ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ക്ലച്ച് നട്ടാണ്. അല്ലോട്ടോ, സോറി, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ബോൾട്ടിന് ഇനി പേടിക്കേണ്ടതില്ല, അത് ഓക്കെയാണ്. അതിനിപ്പോ നമ്മൾ അയക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് കൂടുതലുണ്ടാവും. പെട്ടെന്ന് അയച്ചാൽ കിട്ടില്ല. അത് അയച്ചാൽ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ കമ്പനി കൊടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഈ വർക്ക് ഈസി ആക്കാനല്ല, അതിന്റെ സേഫ്റ്റിയാണ് പ്രധാനം. നമുക്ക് പെട്ടെന്ന് അയച്ചാൽ കിട്ടുന്ന ബോൾട്ടുകളെല്ലാം ബോൾട്ട് നല്ലതെന്നല്ല, അയച്ചാൽ കിട്ടാത്ത ബോൾട്ടുകൾ കമ്പനി അതിന്റെ ആ ഒരു സേഫ്റ്റിയിൽ തന്നെ പേസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വിടുന്നതാണ്. ഓക്കെ,
അടുത്തത് ടോർക്ക് ടൈറ്റ് ഓക്കെയാണ്. ക്ലച്ച് ടെൻഷനർ ഓക്കെയാണ്. അപ്പൊ ഇത്ര ഈ ഒരു കാര്യമാണ് മെയിൻ ശ്രദ്ധിക്കാനുള്ളത്. ഇതിന്റെ ടോർക്ക് ടൈറ്റ് ഇതാണ് മെയിൻ ഡേഞ്ചർ. ഇത് കുറച്ച് നമുക്ക് സൗണ്ടെങ്കിലും ചെറിയ ഇത് തുടക്കത്തിൽ ചെറിയ സൗണ്ട് സ്പ്രാക്ലച്ചിന്റെ സൗണ്ട് മാതിരിയാണ് വരിക. ആ സ്പ്രാക്ലച്ചിന്റെ സൗണ്ട് മാതിരി സൗണ്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വരമ്പൽ സൗണ്ട് സൈഡിൽ നിന്ന് വരികയാണ് ഉടൻ തന്നെ വൈസിന് ശേഷം ആ ഭാഗം ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്ത് വണ്ടി ഓടരുത്. ഓടിക്കഴിഞ്ഞാൽ ദൂരിച്ചാടും. ഉരിച്ചാടി എന്നുള്ളതല്ല, നമ്മൾ റണ്ണിങ്ങിൽ ഹൈ സ്പീഡിലൊക്കെയാണ് സാധനം ഉരിച്ചാടുന്നെങ്കിൽ അത് അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ വണ്ടി ലോക്കായി പോകും. അപ്പോൾ നല്ലത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.